ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് നല്ല നാടൻ വരാൽ പൊള്ളിച്ചതാണ്. വരാൽ, ബ്രാൽ എന്നൊക്കെയാണ് ഇവിടെ ഈ മീനിന് പറയാറുള്ളത്. നമുക്ക് സാധാരണ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞവർക്ക് മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മീനാണ് ഈ വരാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നാടൻ വരാൽ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. വെൽക്കം ടു ഹോം മെയ്ഡ്. ഇതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വരെ ആകാം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ചതച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇഞ്ചി ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് 2 പിടി ചുവന്നുള്ളി 1-2 മുറിച്ചതാണ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി തന്നെ ചേർക്കുന്നതാണ് നല്ലത്. സവോള ചേർത്താൽ അത്രയും ടേസ്റ്റ് വരില്ല. 2 പിടി 2.5 പിടിയോളം ചുവന്നുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഉള്ളി വാടാനായിട്ട് ഒരല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വാടുന്നവരെ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒത്തിരി മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിരിയമുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ നോർമൽ എരിവായിരിക്കും. ഇച്ചിരി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. ഇനി ഇത് പൊടിയെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്നുകൂടെ വഴറ്റിയെടുക്കുക. പൊടി അടിയിൽ പിടിക്കുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരണം, തക്കാളി ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ഞാൻ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1ാം പാലെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയ പുളി ഉണ്ടാകും. അത് കൂടാതെ കുറച്ചുകൂടെ പുളിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും പുളി ഉണ്ടോ, ഉപ്പുണ്ടോ, പുളിയുണ്ടോ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കാരണം തിളയ്ക്കുമ്പോഴേക്കും പുളി നന്നായിട്ട് അതിൻ്റെ പുളിപ്പൊക്കെ ഇറങ്ങും. ഇപ്പം ഞാൻ ഉപ്പ് പോരെന്ന് തോന്നിയുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് 300 ഗ്രാമുള്ള വെയിറ്റുള്ള ഒരു വരാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു വരാലാണ്, അങ്ങനെ തന്നെ മുറിക്കാതെ പീസൊന്നും ആക്കാതെയാണ് ഞാൻ പൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മീൻ നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറേശ്ശെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. ഇനി വരാൽ അതിനകത്ത് കിടന്ന് വേകണ്ടതല്ലേ, അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഗ്രേവിയൊക്കെ കുറേശ്ശെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇനി ഇത് വേകാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരല്പനേരം മൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സൈഡ് വേകും. അപ്പോൾ നമുക്ക് തുറന്നതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് പൊടിഞ്ഞു പോകാതെ 2 സ്പൂൺ വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ടാൽ നന്നായിരിക്കും. മറിച്ചിട്ടതിന് ശേഷം നേരത്തെ പോലെ തന്നെ കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ അതിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്ത് കിട്ടും. ഒരല്പം നേരം കൂടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ വരാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി ഒന്നിനി അല്പം വറ്റാനായിട്ട് നമുക്ക് തുറന്ന് വെച്ചൊന്ന് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. അധികം കുത്തി ഇളക്കുകയൊന്നും ചെയ്യരുത്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി. അല്പനേരം കൂടെ വെച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വറ്റിയതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 1-ാം പാൽ ചേർക്കാനായിട്ട്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരല്പം കറിവേപ്പില കൂടെ അതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ചട്ടിയിലിരുന്ന് തന്നെ ഇതൊന്ന് വറ്റി കുറുകി വന്നോളും. തീ ഓഫ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അല്പനേരം ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നോളും. നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് നല്ല പാകത്തിന് കുറുകി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വരാൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക് യു.